എന്തിനാ മോളെ കരയണേ? എനിക്കിവിടെ പറ്റണില്ല അമ്മ. അമ്മ അച്ഛനും ഒന്നിങ്ങോട്ട് വരൂ. എന്നെ ഇവിടുന്ന് ഒന്നങ്ങോട്ട് കൊണ്ടുപോവോ? എന്താ മോളെ നീ പറയണേ? എന്തപ്പ ഉണ്ടായേ? എനിക്കിവിടെ പേടിയാണ് അമ്മ. ഇനി ഇവിടെ നിന്ന ഇവരെന്നെ കൊല്ലും. എന്നൊന്ന് ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോവോ അമ്മ? അച്ഛനോടൊന്ന് പറയോ? അച്ഛനോടൊപ്പം എങ്ങനെ മോളെ ഇത് പറയാ? ആസ്പത്രിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയല്ല ഇപ്പം അങ്ങോട്ട് പോകുന്നത്. മനസ്സിന് വിഷമം ഉണ്ടാക്കണമൊന്നും അറിയിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. എല്ലാവർക്കും നല്ല ജീവിതം കിട്ടണമെന്നില്ല കുട്ടിയെ. കുറേയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ പെണ്ണുങ്ങളെ പഠിക്കണം. ഒക്കെ വിദ്യ. പെണ്ണുങ്ങളുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടിയെ. അനുഭവിക്കുക തന്നെ. നമ്മുടെ കുട്ടി കുറച്ചുകൂടെ അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക്. കോഴ്സ് കഴിയാറായില്ലേ? ഒരു ജോലി കയറ്റി അച്ഛനെ മെല്ലെ കാര്യങ്ങളൊക്കെ അറിയിക്കുക. അമ്മ എന്നെ അറിയിച്ചോളാം. ഇപ്പം എൻ്റെ കുട്ടി ഒന്ന് ക്ഷമിച്ച് നിൽക്കുക. പരീക്ഷ പാസ്സാവുമെന്ന് പോലും അറിയില്ല, പിന്നല്ലേ ജോലി. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനൊന്നും സമയം കിട്ടാറില്ല അമ്മ. ഞാനിതൊക്കെ ആരോടാ പറയുക? നമ്മുടെ കുട്ടി ഭക്ഷണം കഴിച്ചോ? എനിക്ക് ഭക്ഷണം പോലും തരാറില്ല അമ്മ. എൻ്റെ കുട്ടിക്ക് എടുത്ത് കഴിച്ചൂടെ? അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മനോട്ടൻ്റെ അമ്മ കാടി വെള്ളത്തേക്ക് ഇടും. ഏതെങ്കിലും ഒരു നേരത്തെ ഒരിത്തിരി കഴിക്കുന്നതാ ഞാൻ. എൻ്റെ കുട്ടി വിഷമിക്കേണ്ട. അമ്മ നാളെ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്. ഭഗവാനെ കൈവിടണ്ട, പ്രാർത്ഥിച്ചു, ഒക്കെ ശരിയാവും. അമ്മ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കാറെങ്കിലും ഒന്ന് വേഗം കൊടുക്കൂ. എന്നാലെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. മോളെ അച്ഛൻ വരുന്നുണ്ട്. അച്ഛനെ ഇപ്പം കാര്യങ്ങളൊന്നും അറിയണ്ട. അമ്മ കാറിൻ്റെ കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഫോൺ വയ്ക്കുകയാണേ. അമ്മ അമ്മ പൊന്നു, എന്താ വിശേഷം? സുഖല്ലേ ചേച്ചി? എനിക്കിവിടെ മനുവേട്ടൻ്റെ വീട്ടിൽ പറ്റണില്ലേ ചേച്ചി. ആകെ പ്രശ്നം. സഹിക്കണേൻ്റെ അങ്ങേയറ്റം ഞാൻ സഹിച്ചു. ഇനി എനിക്ക് പറ്റില്ല ചേച്ചി. കൂട്ടുകുടുംബാരി ജീവിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മോളെ. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്ക്. ആ വിജയേട്ടൻ്റെ അമ്മ എന്നോട് എന്തോരം പോരാണ് കാട്ടിയത്. ഇപ്പം ഞാനും വിജയേട്ടനും വേറെ വീട് വെച്ച് മാറിയതിനു ശേഷമല്ലേ എനിക്കൊരു സന്തോഷം കിട്ടിയത്. പെണ്ണുങ്ങളുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് മോളെ. അങ്ങേ അറ്റം സഹിച്ചു ക്ഷമിച്ചൊക്കെ നിൽക്കേണ്ടി വരും. എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അടിച്ചുപൊളി ഹാപ്പി ലൈഫൊന്നും കിട്ടണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ കിട്ടുകയായിട്ട് അഡ്ജസ്റ്റ് ആവുക. ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ ഒക്കെ ശരിയായിക്കോളും. ഇവിടുത്തെ അമ്മനെക്കാട്ടിലും പ്രശ്നം മനുവേട്ടനെ ചേച്ചി. എന്നെ അടിച്ചിട്ട് മേലൊക്കെ പൊട്ടിമുറിയായിരിക്കുക. ഞാനിതൊക്കെ ആരോടാ പറയുക? ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ. എനിക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്തു തരൂ. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോളാം. എനിക്കിവിടെ നിൽക്കുമ്പോൾ പഠിക്കാനൊന്നും പറ്റണില്ലേ. ഹോസ്റ്റലോ? കുടുംബക്കാർക്കൊക്കെ നന്ന കുട്ടിയത്. 100 പവന് ആർഭാട കല്യാണമൊക്കെ നടത്തിയപ്പോൾ തന്നെ നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയണ കാര്യമല്ലേ. എക്കത്തിന് അസൂയാണ് ചേച്ചി. എന്നിട്ടിപ്പോൾ കൊല്ലൊന്ന് തികയണതിന് മുന്നേ പെണ്ണ് ഹോസ്റ്റലിലേക്ക് മാറിയെന്നൂടെ കേട്ടാൽ നമ്മുടെ കുടുംബക്കാർക്ക് പിന്നെ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ഇനി എനിക്ക് പറ്റാഞ്ഞിട്ടാണ് ചേച്ചി. നാണക്കെടല്ലേ പൊന്നു അത്. നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട് ഈ കുറച്ചൊന്നായിട്ട് സഹിച്ചാളാ. അങ്ങേറ്റം സഹിക്കണ്ടേ ചേച്ചി. ഇനി എങ്ങനെയാ? കഴിഞ്ഞ ആഴ്ചയും കൂടെ അച്ഛന് ഹോസ്പിറ്റലിൽ ചിലവാക്കിയതിൻ്റെ ബില്ല് ഇന്നലെയും കൂടെ വിജയേട്ടൻ കൂട്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി ഒരു പ്രാവശ്യം കൂടെ അച്ഛനെ ഹോസ്പിറ്റലിലാക്കാനുള്ള വഴി ഉണ്ടാക്കല്ലേ. ഇതൊക്കെ കൂടെ കേട്ടാലേ അച്ഛന് സഹിക്കാൻ പറ്റൂല. പിന്നെ ഇപ്പോൾ കൊറോണ ആയിട്ട് വിജയേട്ടനും ആകെ പണിയും കൂലിയൊന്നും ഇല്ലാണ്ട് കുത്തിരിക്കുകയെന്ന് എനിക്കറിയണ കാര്യമുള്ളൂ. ഇത്രയും കാലമായിട്ട് ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സഹിക്കണേൻ്റെ അങ്ങേയറ്റായതുകൊണ്ടാണ്. നമ്മൾ പെണ്ണുങ്ങളെ ഭൂമിയോളം സഹിക്കാൻ പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവം നല്ലൊരു ജീവിതം വെച്ചിട്ടുണ്ട്.
രക്ഷകന്മാരാകേണ്ടവർ രാക്ഷസന്മാരാകുന്ന കാലം മാറുമോ? വിഷം പുരട്ടിയ മഞ്ഞലോഹ കയറുകളിൽ പിടഞ്ഞൊടുങ്ങുന്ന നമ്മുടെ പെൺമക്കളുടെ സുരക്ഷിതത്വത്തിന്റെ പരിഹാസ്യമായ പേരോ വിവാഹം. പെൺമക്കളെ കഴുകൻ കണ്ണുകാരുടെ കൂടെ കല്യാണനാളിൽ കയറ്റിവിട്ട ശേഷം കണ്ണീർ പൊഴിക്കുന്നതും മകളൊരു പിടി ചാരമായി മാറുമ്പോൾ നെഞ്ചത്തു തല്ലിക്കറിയുന്നതും ഒരേപോലെ പരിഹാസ്യവും കുറ്റകരവുമാണ്. മതിയാവോളം ജീവിച്ചു മരിക്കാൻ വിധിയില്ലാതെ ഒഴിഞ്ഞുപോയ പ്രിയപ്പെട്ട പെൺപൂക്കളെ, മാപ്പ്. ഈ നാട് ഇങ്ങനെയൊക്കെയാണ്. മാപ്പ്.